ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 107 എപ്പിസോഡുകളിലായി 29-ാം സങ്കീർത്തനം 2-ാം വാക്യം വരെയുള്ള വേദഭാഗങ്ങൾ ധ്യാനിക്കുവാനും പഠിക്കുവാനും പങ്കുവയ്ക്കുവാനും ദൈവം തന്ന അവസരത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇത് അനേകർ കേൾക്കുകയും ആ പഠനം ധ്യാനാത്മകമാക്കുകയും ചെയ്യുന്നതിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എപ്പിസോഡിൽ 29-ാം സങ്കീർത്തനം 3-ാം വാക്യം മുതലുള്ള ഭാഗം പഠന വിഷയമാക്കുകയാണ്. യഹോവയുടെ ശബ്ദം വെള്ളത്തിൻ്റെ മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിൻ മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ആദ്യം ഈ 2 വാക്യങ്ങൾ നമുക്ക് അല്പമായി ധ്യാനിക്കാം. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിൻ്റെ മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. ദ സൗണ്ട് ഓഫ് ഗോഡ്, ദ വോയിസ് ഓഫ് ഗോഡ്, ദ സെലസ്റ്റിയൽ വോയിസ് ഓഫ് ഗോഡ്. ഇതൊരു പ്രധാന പഠന വിഷയവും ധ്യാന ചിന്തയുമാണ്. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ സ്വരം. പ്രത്യേകിച്ച് ഏലിയ പ്രവാചകൻ ദൈവദർശനമുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. വലിയ കൊടുങ്കാറ്റ് വന്നു, അഗ്നി വന്നു, ഭൂമികുലുക്കമുണ്ടായി. ഇതിലൊന്നും ദൈവത്തെ കണ്ടില്ല. അവസാനം ഒരു മന്ദമാരുതനെ പോലെ ഒരു മൃദുസ്വരം, അതിൽ ദൈവമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വരത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിലൊരു ചരിത്രാതീതമായൊരു വ്യാഖ്യാനവുമുണ്ട്. ദൈവത്തിൻ്റെ സ്വരം പെരുവെള്ളത്തിൻ്റെ മീതെ മുഴങ്ങുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും കിടന്നു. വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം കൂടി വായിക്കുമ്പോഴേ ആ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. 31 മാത്രം വായിച്ചാൽ അത് പൂർണ്ണമാകില്ല. അവിടെ പറയുന്നത്, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഉത്തരപർവ്വതത്തിന്മേൽ ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്നും അവിടെ ഞാൻ വാണരുളുമെന്നും നീ പറഞ്ഞില്ലേ? അപ്പോൾ ദൈവം നിന്റെ അഹങ്കാരത്തെ കണ്ട് നിന്റെ ചിറക് കണ്ടിച്ച് നിന്നെ തള്ളിക്കളഞ്ഞില്ലേ? ഒരു പുഴുവിനെ പോലെ പോയില്ലേ? ഇത് നമ്മൾ വ്യക്തമായിട്ട് വായിക്കണം. 10 വൃന്ദം മാലാഖമാരാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്, വേദപണ്ഡിതന്മാരുടെ ഭാഷ്യം. ഈ 10ാമത്തെ വൃന്ദം മാലാഖമാർ അവർ ശക്തരും ബലവാന്മാരുമായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ദൈവത്തോട് മത്സരിച്ച 10ാമത്തെ വൃന്ദം മാലാഖമാർ ദൈവത്തിന് വിരുദ്ധമായി ഒരു സിംഹാസനമൊരുക്കി അവിടെ വാണരുളുവാൻ ശ്രമിച്ചപ്പോൾ, തങ്ങളോടൊപ്പം ഒരു ഗ്രൂപ്പിനെ ചേർക്കുവാൻ ശ്രമിച്ചപ്പോൾ, ദൈവം തമ്പുരാൻ അവർക്കൊരു ശിക്ഷ നൽകുകയാണ്. അവരെ സ്വർഗത്തിൽ നിന്ന് തന്നെ തള്ളിക്കളയുകയാണ്. അങ്ങനെ തള്ളിക്കളഞ്ഞ മാലാഖമാർക്ക് വേണ്ടിയാണ് പിന്നീട് സാത്താനായി മാറ്റപ്പെട്ടവർക്കാണ്, ലൂസിഫറായി മാറ്റപ്പെട്ടവർക്കാണ്, പ്രകാശപുത്രൻ്റെ അനുഭവത്തിൽ നിന്നും അന്ധകാര സൈന്യങ്ങളായി മാറ്റപ്പെട്ട ലൂസിഫറിൻ്റെ ഗണത്തിന് വേണ്ടി ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഒരു ചരിത്രാതീത കാലഘട്ടത്തിലാണ്. പിന്നീട് അതിനെ പുനഃക്രമീകരിച്ചുകൊണ്ടാണ് ദൈവം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ തള്ളപ്പെട്ട മാലാഖമാരെ ഭൂമിയിലേക്ക് വിടുകയാണ്. പക്ഷേ അത് പാഴും ശൂന്യവുമായിരുന്നു. പാഴും ശൂന്യവുമായതല്ല, ആക്കിയതാണ്. കാരണം സാത്താന് പാഴും ശൂന്യവുമായിട്ടുള്ള അനുഭവം വേണം. നൾ ആൻഡ് വോയിഡ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്, പാഴും ശൂന്യവും. അപ്പോൾ അവൻ അവിടെ ഊടാടി സഞ്ചരിക്കുകയാണ്, തള്ളപ്പെട്ട മാലാഖമാർ. അങ്ങനെ പെരുവെള്ളത്താൽ മൂടപ്പെട്ട് കിടന്ന ആ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്നു, നശിച്ചു പോകുന്നില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ സ്വരമുണ്ടാകുന്നത്. പെരുവെള്ളത്തിൻ്റെ മീതെ യഹോവയുടെ സ്വരം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നു. ഭാരതീയ പശ്ചാത്തലത്തിൽ പറയുന്നത് പോലെ ആദി സ്വരൂപമായ ആദിനാദമായ ഓം എന്നുള്ള സ്വരം പോലെ വെളിച്ചമുണ്ടാകട്ടെ. യഥാർത്ഥത്തിൽ ഓം എന്ന സ്വരത്തിലും ഒരു പ്രത്യേകത ഓർത്തോണം.
അത് ആദ്യ സ്വരം എന്നുള്ളത് മാത്രമല്ല, ഒരു സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള ഒരു മുഴക്കമാണ്. ഒന്നുമില്ലാത്തടത്ത്, ശൂന്യമായി കിടന്നിടത്ത്, പാഴായി കിടന്നിടത്ത് ഒരു സൃഷ്ടിപ്പിന് വേണ്ടി, ഒരു രൂപാന്തരത്തിന് വേണ്ടിയുള്ള ഒരു ദിവ്യമായ ഭാവം. ദൈവത്തെ ആരും കാണുന്നില്ല, ഒരു സ്വരം കേൾക്കുകയാണ്. വേദപുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഉണ്ടാകട്ടെ എന്ന് പറയുന്നു, നശിക്കട്ടെ എന്നല്ല, ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. സാത്താൻ പാഴും ശൂന്യവുമാക്കി കളഞ്ഞ ഭൂമിയെ ദൈവം വീണ്ടും പുനഃക്രമീകരിക്കുന്നു. വെളിച്ചമുണ്ടായി. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലായി ഓരോ സൃഷ്ടിപ്പുകളുണ്ടായി. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം. ഇന്ന് പലരും പഠിപ്പിക്കും പെട്ടെന്നുണ്ടായതാണോ? നമ്മൾ തന്നെ ആലോചിച്ചോണം. പരിണാമ സിദ്ധാന്തത്തെപ്പറ്റി ശാസ്ത്രം പഠിപ്പിക്കുന്നു. പരിണാമ സിദ്ധാന്തം ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം ദിവസം എന്ന് പറഞ്ഞിട്ട് 2-ാം ദിവസം എന്ന് പറഞ്ഞിട്ട് നാളെ ഉണ്ടാകുക എന്നുള്ളതല്ല. അത് ക്രിസ്ത്യൻ പാരമ്പര്യത്തിലും ഹൈന്ദവ പാരമ്പര്യത്തിലും വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്ലാം പാരമ്പര്യത്തിലും ഒക്കെ പറയുന്നുണ്ട്. അതായത് സങ്കീർത്തനങ്ങളിൽ പറയുന്നത് ദൈവത്തിൻ്റെ 1000 വർഷം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ദിവസം പോലെയോ, രാത്രിയിൽ കഴിഞ്ഞു പോയൊരു രാത്രി പോലെയോ, അല്ലെങ്കിൽ രാത്രിയുടെ ഒരു യാമം പോലെയോ മാത്രം. എന്ന് വെച്ചാൽ ഒരു യാമം എന്ന് വെച്ചാൽ 1 മണിക്കൂർ പോലുമില്ല. 24 മണിക്കൂർ എന്ന് പറയുന്നുണ്ടെങ്കിൽ 30 യാമം ആ ഒരു ദിവസത്തിനുള്ളത്. അപ്പോൾ ഒരു യാമം പോലെയാണ്. അപ്പം മനുഷ്യൻ്റെ 1000 വർഷം ദൈവത്തിൻ്റെ ഒരു രാത്രി, അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ 1 മണിക്കൂർ പോലും ഇല്ലാത്ത ഒരു യാമം. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ പറയുക, ഞാൻ 90 വർഷം ജീവിച്ചു, അല്ലെ 100-ലധികം വർഷം ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ 100-ലധികം വർഷം ജീവിക്കുമെന്ന് വെച്ചാൽ ഡിവൈൻ കാൽക്കുലേഷനിൽ പ്രകാരം ദൈവത്തിൻ്റെ ഒരു 10 മിനിറ്റ് പോലുമില്ല. അപ്പം ദൈവത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് അത് അനേകം വർഷങ്ങളുള്ളതാണ്, സഹസ്രാബ്ദങ്ങളുള്ളതാണ്. ഹൈന്ദവ പാരമ്പര്യത്തിലും അത് തന്നെയല്ലേ പറയുന്നത്? ദേവസന്നിധിയിലേക്ക് കടന്നു ചെന്ന രാജാവ്, പ്രത്യേകിച്ച് ബലരാമനെ പോലെയുള്ളവർ, അവർ ഈശ്വര പ്രാർത്ഥന കേട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോൾ അവർ കാത്തു നിൽക്കുക തീരാൻ. അപ്പം ഭൂമിയിൽ യുഗങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയെന്നാണ് പ്രത്യേകിച്ച് വേദങ്ങളിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ സമയങ്ങൾ വ്യത്യസ്തവും മനുഷ്യനുമായിട്ട് ബന്ധപ്പെടരുത്. 1-ാം ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം വരിക എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുണ്ട്. പരിണാമത്തിനുള്ള മാറ്റമുണ്ട്. ഒരു സൃഷ്ടിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി വളരാനുള്ള കാര്യങ്ങളുണ്ട്. വെളിച്ചമുണ്ടാകുന്നു, ഇരുളുണ്ടാകുന്നു, കരയിലും കടലിലും സഞ്ചരിക്കുന്ന ജീവജാലങ്ങളുണ്ടാകുന്നു, സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നു, അവസാനം മനുഷ്യനുണ്ടാകുന്നു. ഇതിലെല്ലാം ഘട്ടങ്ങളുണ്ട്, പരിണാമ സിദ്ധാന്തത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ആ ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു വളർച്ചയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ സ്വരം പെരുവെള്ളത്തിന്മേൽ മുഴങ്ങുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ആ ഒരു ചരിത്രം മൊത്തം അതിൻ്റെ അകത്തിലുണ്ട്. ഈ സ്വരം എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ദൈവം ഇടിമുഴക്കമുണ്ടാക്കുന്നു എന്ന് പറയുന്നു. പെരുവെള്ളത്തിൻ്റെ മീതെ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. ചില ഇടിമുഴക്കങ്ങളൊക്കെ നല്ലതാണ് പ്രിയമുള്ളവർ. ഇടിമുഴക്കമൊക്കെ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇത് നമുക്ക് പലപ്പോഴും പേടിയാണ്. ഇടിമുഴങ്ങുമ്പോൾ, മിന്നലുണ്ടാകുമ്പോൾ പേടിയാണ്. എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, ഇടിമുഴക്കുന്നതിന് മുൻപ് ഒരു മിന്നലുണ്ടാകും. മിന്നൽ വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പേടിക്കും. പിന്നാണ് ഇടിമുഴങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇടിമുഴക്കത്തിൽ നിന്ന് ഒരു വലിയ ശക്തി ഉത്സർജിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവൻ പോലും കളയുന്നതായിരിക്കും ഇടിമുഴക്കം. ചില മുഴക്കങ്ങളൊക്കെ പ്രിയമുള്ളവരെ ഓർത്തോണം, അത് നന്മയ്ക്ക് വേണ്ടിയാകാം, ഒരു പുതിയ സൃഷ്ടിപ്പിന് വേണ്ടിയാകാം. ഉണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ സ്വരം ഒരു മുഴക്കമായിരുന്നു. അത് പെരുവെള്ളത്തിൻ്റെ മീതെ പോകുന്നു, ഒരു വിധാനം സൃഷ്ടിക്കുന്നു. കുറേ വെള്ളം മുകളിലേക്കും കുറച്ച് താഴേക്കും പോകുന്നു, ഇടയിലൊരു വിധാനമുണ്ടാകുന്നു. ഈ മുകളിലേക്ക് പോയ വെള്ളത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മളെപ്പോഴും പറയും ഓക്സിജൻ്റെ ഘനീഭവിച്ച രൂപം ഓസോൺ പാളി, അത് നഷ്ടപ്പെടുന്നില്ല. അതിശക്തമായ സൂര്യതാപത്തിൽ നിന്ന് ഭൂമിയെ, പ്രപഞ്ചത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു ഘടകമായിട്ട് അത് മാറ്റപ്പെടുകയായിരുന്നു. ഓക്സിജൻ്റെ ഘനീഭവിച്ച ഭാവം നമ്മൾ പ്രാർത്ഥനയോട് ഓർക്കണം പ്രിയമുള്ളവരെ. ഓരോ വാചകത്തിലും ആധ്യാത്മികതയുടെ പൂർണ്ണതയുണ്ട്, ശാസ്ത്രത്തിൻ്റെ തനിമയുണ്ട്, വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഭാവമുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അകത്തിൽ ഒളിച്ചിരിപ്പുണ്ട്. ഇത് വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ശബ്ദം ഏതൊക്കെ രീതിയിൽ വരുന്നു. അപ്പോൾ ആദ്യ സൃഷ്ടിപ്പ് തൊട്ട് നമ്മൾ നോക്കണം. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ അതിശക്തമായ മുഴക്കത്തിൻ്റെ അപ്പുറമായിട്ട് എങ്ങനെ ഉണ്ടാകണമെന്ന് വരുന്നില്ല, ചോദിക്കുന്നില്ല. ഏത് രീതിയിലാകണമെന്ന് ചോദിക്കുന്നില്ല. അവിടെ സംശയങ്ങളില്ല, അതുണ്ടാകുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഓരോ ശബ്ദത്തിൻ്റെയും മുഴക്കത്തിൻ്റെയും ലക്ഷ്യം
ഒരു സൃഷ്ടിപ്പായിരിക്കണം, നശീകരണമാകരുത്. നമ്മൾ കേട്ടിട്ടുള്ളൊരു കാവ്യചിന്ത, ദൈവമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ സൃഷ്ടിപ്പിന് പകരം അന്തിക്രിസ്തു സൃഷ്ടി നടത്തിയ കഥ. ഓരോന്നും നശിക്കട്ടെ 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 എന്ന് പറയുന്നു. അവൻ്റെ ശക്തി തെളിക്കുവാൻ വേണ്ടി അന്തിക്രിസ്തുവിൻ്റെ സഹായത്തോടുകൂടി ആധുനിക മനുഷ്യൻ ഓരോന്നും നശിപ്പിക്കുകയാണ്. ഭൂമിയെ, ചന്ദ്രനെ, സൂര്യനെ, കരയിലെയും വെള്ളത്തിലെയും ജീവജാലങ്ങളെ എല്ലാം നശിപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഞാൻ സൃഷ്ടി തുടങ്ങാൻ പോകുന്നു, ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. പക്ഷേ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായില്ല, നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നശിച്ചു. നശിപ്പിക്കാൻ പറ്റും പ്രിയമുള്ളവരെ, അത് വളരെ സിമ്പിളാണ് കേട്ടോ. പലതിനെ നശിപ്പിക്കാം, കുടുംബങ്ങളെ നശിപ്പിക്കാം, സമൂഹത്തെ നശിപ്പിക്കാം, മനുഷ്യരെ നശിപ്പിക്കാം, സൃഷ്ടിച്ചതിനെയൊക്കെ നശിപ്പിക്കാം. പക്ഷേ ഉണ്ടാക്കാനാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു സൃഷ്ടിയെ സൃഷ്ടിപ്പിനായി രൂപാന്തരപ്പെടുത്തുവാനുള്ള മുഴക്കമായിട്ട് വരണം. ഇന്ന് ലോകത്തിൽ ഒത്തിരി മുഴക്കങ്ങൾ വരുന്നുണ്ട്. നശീകരണ മുഴക്കങ്ങൾ, കാപട്യത്തിൻ്റെ മുഴക്കങ്ങൾ, ആള് കളിക്കാനുള്ള മുഴക്കങ്ങൾ. ദൈവത്തിൻ്റെ മുഴക്കങ്ങളൊന്നും ആള് കളിക്കാനുള്ളതല്ല, അവൻ്റെ ശക്തി തെളിയിക്കാനുള്ളതല്ല. മറിച്ച് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുഴക്കങ്ങൾ അതിങ്ങനെ കാതുകൾ തോറും, കാതോട് കാതോരം ഓരോന്നും മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് നമ്മൾ ആലോചിച്ചോണം, വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങിയെന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മുടെയൊക്കെ കാതുകളിൽ ചില മുഴക്കം ഉണ്ടാകാറുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ പോകുമ്പോൾ തന്നെ ഒരു മുഴക്കം ഉണ്ടാകാറുണ്ട്, ഒരു സ്വരം കേൾക്കാറുണ്ട്. നമ്മൾ അത് ആരാ പറഞ്ഞതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കേൾക്കുന്നവരൊരു നാസ്തികനാണെങ്കിലും ഓർത്തോണം, ചിലപ്പോൾ ചില സ്വരമുണ്ട്, ചില സ്വപ്നങ്ങൾ വരും, ചില ദർശനങ്ങൾ വരും, ചില അരുളപ്പാടുകൾ നമ്മൾ കേൾക്കും. ഇന്ന് വേണേ പറയാം, ഇതൊക്കെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യാം. മനസ്സിൻ്റെ തോന്നലുകളാണെന്നോ, അസ്വസ്ഥതയിൽ നിന്നുണ്ടാകുന്ന ഭാവങ്ങളാണെന്നോ, മാനസിക പ്രശ്നങ്ങളാണെന്നോ ഒക്കെ പറയാം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ചില സ്വരമുണ്ടാകും. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചോണം, നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു ഫോൺ കോൾ, അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാം, പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ മറന്നുപോയൊരു വ്യക്തിയുടെ വിളി വരുന്നു. ചിലപ്പോൾ ഒരു പ്രത്യേക സ്വപ്നം വരുന്നു. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കും, അയ്യോ, ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചില്ല, എൻ്റെ അപ്പനെ വിളിച്ചില്ല, സഹോദരങ്ങളെ വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് പോകാതിരിക്കാനുള്ളൊരു വിളിയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പോകുന്ന കൂട്ടത്തിൽ വാഹനം പെട്ടെന്ന് കേടായി പോകുന്നു. നമ്മൾ ചിലയിടത്ത് പോകണ്ട എന്ന് പറയാൻ തക്കവണ്ണമുള്ള മുൻവിധികളായിരിക്കാം. അവിടെ പോകുന്നതിനേക്കാളും നല്ലത് പോകാത്തതായിരിക്കാം. ചില കാര്യങ്ങൾ കിട്ടാതിരിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കാം. അതൊക്കെ നമ്മൾ ചിന്തിച്ചോണം. ഇവിടെ വീണ്ടും ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്, യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ആദ്യം യഹോവയ്ക്ക് ശക്തിയും മഹത്വവും കൊടുപ്പീൻ എന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരൻ പിന്നീട് ദൈവസ്വരത്തെപ്പറ്റി വിലയിരുത്തുന്നത് അവൻ്റെ ശബ്ദം ശക്തിയോടെയും മഹത്വത്തോടെയും മഹിമയോടെയും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം ശക്തിയോടും മഹത്വത്തോടും മുഴങ്ങുക എന്ന് വെച്ചാൽ ദൈവനാമത്തിൻ്റെ ഘോഷണം, ദൈവനാമത്തിൻ്റെ സാക്ഷ്യം, അതോടൊപ്പം തന്നെ നമ്മളെ ശക്തിയും മഹത്വവും ഉള്ളവരാക്കുവാനുള്ള ഒരു വലിയ മുഴക്കം അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. ലെബാനോനിലെ ദേവദാരു ഉറപ്പുള്ളതാണ്, അടിവേരുള്ളതാണ്, പൊക്കത്തിൽ വളരുന്നതാണ്, എല്ലാ രീതിയിലും അനുഗ്രഹീതമാണ്, അതിൻ്റെ തടി നല്ലതാണ്. ദേവദാരുവിൻ്റെ അനുഭവങ്ങൾ, തണലുകൾ, സുഗന്ധം എല്ലാം ശ്രേഷ്ഠമാണ്. യഹോവയുടെ ശബ്ദം ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. പൊങ്ങി നിൽക്കുന്ന, തല ഉയർത്തി നിൽക്കുന്ന ദേവദാരുക്കളെ യഹോവയുടെ ശബ്ദം തകർക്കുന്നു. യഹോവയുടെ ശബ്ദം കാറ്റായി, മുഴക്കമായി, അനുഗ്രഹമായി, ചിലപ്പോൾ ഒരു തകർക്കലിൻ്റെ ശക്തിയായി മാറ്റപ്പെടും. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു എന്ന് പറയുമ്പോൾ തകർന്നു വീണ് കിടക്കുന്ന വൃക്ഷങ്ങളെപ്പറ്റി മാത്രമല്ല നാം ചിന്തിക്കേണ്ടത്. മറിച്ച് ദൈവത്തിൻ്റെ തണലിനേക്കാളും മറ്റു പലതിൻ്റെ തണലിലും, ദൈവത്തിൻ്റെ കാതലിനേക്കാളും മറ്റു പലതിൻ്റെ കാതലുകളിലും ആശ്രയം കണ്ടെത്തുന്ന നമ്മുടെ ജീവിത ശൈലികളെ ഒന്നുകൂടി വിലയിരുത്തണം. ദൈവത്തിൻ്റെ ശബ്ദം സൃഷ്ടിക്കുന്നു, അതോടൊപ്പം ദൈവത്തിൻ്റെ ശബ്ദം തിരികെ വിളിക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. ആ തിരികെ വരവ് രൂപാന്തരത്തിൻ്റെ വരവാകാം,
തിരിച്ചുള്ള പോക്കായിരിക്കാം. ഇതെല്ലാം ഇതിൻ്റെ അകത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. തകർന്ന ദേവദാരുക്കൾ നമുക്ക് ചുറ്റും ഒത്തിരിയുണ്ട്. വീണുപോയ വ്യക്തിത്വങ്ങളുണ്ട്. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും സഹസ്രാബ്ദങ്ങൾ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തകർന്നു പോയ ദേവദാരുക്കളെക്കുറിച്ച് നമ്മൾ ഓർക്കണ്ട. നല്ല കാമ്പുള്ള, നല്ല സത്തയുള്ള ഒത്തിരി ദേവദാരു വൃക്ഷങ്ങൾ അന്ന് തകർന്നെങ്കിൽ ഇന്നും ഒരുപാട് പേര് തകർന്നു പോകുന്നുണ്ട്. ഇന്ന് ദൈവം തമ്പുരാൻ്റെ സൃഷ്ടി എത്ര ശ്രേഷ്ഠമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്. നമ്മുടെ മുൻപിൽ തകർന്നു വീണ ഒരുപാട് ദേവദാരു വൃക്ഷങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ദേവദാരുവിനേക്കാൾ മൂല്യമേറിയ മനുഷ്യ ജന്മങ്ങളുണ്ട്. എങ്ങനെ തകർന്നു പോയി? ഏത് രീതിയിൽ തകർന്നു പോയി? നല്ല സമ്പത്തുണ്ടായിരുന്നവർ, നല്ല ബിസിനസ്സുകാർ, ഓർമ്മയും വെളിവും നഷ്ടപ്പെട്ട ബുദ്ധിമാന്മാർ, മാനസിക രോഗത്തിന് അടിപ്പെട്ടു പോയവർ, കാലികമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിപ്പോയവർ കാണാം. അതുമാത്രമല്ല, സ്വന്തം അഹങ്കാരം കൊണ്ട് തകർന്നു പോയ ഒത്തിരി പേരുണ്ട്. ദൈവത്തിൻ്റെ സ്വരത്തോട് മത്സരിച്ച് തങ്ങളുടെ സ്വരം അതിനേക്കാൾ വലുതാക്കാൻ ശ്രമിച്ച് ശബ്ദം ഇല്ലാതെ പോയവരുണ്ട്. അഹങ്കരിച്ച് ജീവിക്കാൻ പറ്റാതെ പോയവരുണ്ട്. ശബ്ദമില്ലാതെ പോയെന്ന് പറയുമ്പോൾ ഭൗതിക ശബ്ദം പോയെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അതിനേക്കാൾ ഉപരിയായി നമ്മളുടെ അഡ്രസ്സ് നഷ്ടപ്പെട്ടു പോകുന്നു. തകർന്നു കിടക്കുന്ന ദേവദാരു വൃക്ഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിലയേറിയ ദേവദാരു വൃക്ഷങ്ങൾ തകർന്നു പോയെങ്കിൽ കേവലം വട്ടകളോ കേവലം പ്ലാവുകളോ ആഞ്ഞിലികളോ ആയ നമ്മളുടെ കാര്യം പറയണോ? പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എത്ര ആകും എന്ന് കർത്താവ് തന്നെ ചോദിച്ചു. പലപ്പോഴും ദൈവാത്മാവിൻ്റെ നനവില്ലാത്തതിനാൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനാൽ വേരൊക്കെ പോയി നിൽക്കുന്ന ദേവദാരു വൃക്ഷങ്ങളായി നിങ്ങളും ഞാനും മാറിയിട്ടുണ്ട്. തകർന്നുപോയ ദേവദാരു വൃക്ഷങ്ങളുടെ വേര് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ആധുനിക കാലത്ത് മനുഷ്യന് വേരില്ലാത്ത തലത്തിലേക്ക് പോകുകയാണ്. ബന്ധങ്ങളില്ല, സ്വന്തങ്ങളില്ല, ആധ്യാത്മികതയില്ല, ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നില്ല, അടിവേരില്ല. അപ്പം വേരില്ലാതെ പൊങ്ങി നിൽക്കുകയാണ്. ഒരു കാറ്റടിച്ചാൽ താഴെ വീണു പോകും. അപ്പം ദൈവകൃപയില്ലാത്ത, അഹങ്കാരത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ഓരോ ദേവദാരു വൃക്ഷങ്ങളും തകർന്നു പോകുമെന്ന് ഓർത്തോണം. ഭൗതികമായി പണവും ബുദ്ധിയും അംഗീകാരവും അധികാരവും ഒക്കെ കാണും. നമ്മൾ പേടിക്കണം. എൻ്റെ ദൈവമേ, എപ്പോൾ വീഴും? അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. വെറുതെ മരിച്ചു പോകുക മാത്രമല്ല, തളർന്നു പോയവർ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തകർന്നു കിടക്കുന്ന ദേവദാരു വൃക്ഷങ്ങളാകുന്ന ജീവിതാനുഭവങ്ങളെ സാക്ഷിയാക്കി, മാതൃകയാക്കി അതിൽ നിന്ന് മാറി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ എത്രമാത്രം പൊക്കത്തിൽ പോയാലും നമ്മൾ തളരും. ഭൂമിയിൽ കാലുവയ്ക്കാതെ വാഹനങ്ങളിൽ നിന്ന് വാഹനങ്ങളിലേക്കും ഫ്ലൈറ്റുകളിൽ നിന്ന് ഫ്ലൈറ്റുകളിലേക്കും മാറി മാറി യാത്ര ചെയ്യുകയും സമൃദ്ധിയുടെയും സുഖഭോഗ വസ്തുക്കളുടെയും പിന്നാലെ യാത്ര ചെയ്യുകയും ചെയ്യുന്ന ദേവദാരുക്കളെന്ന് സ്വയം അഭിമാനിക്കുന്ന ഓരോ മർദ്ദനും ഭയക്കണം. ഞാനും തകർന്നു പോകും. ദൈവത്തിൻ്റെ സ്വരം എന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ ആ സ്വരത്തെ ക്രിയാത്മകമായി ഉൾക്കൊണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തകർന്നു പോകും. വീണ്ടും പറയുന്നു, അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലബാനോനെയും സീറിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. അവൻ അവയെ എന്ന് വെച്ചാൽ വീണ്ടും പറയുകയാണ്, ലബാനോനിലെ ദേവദാരുക്കളെക്കുറിച്ച് വീണ്ടും ഒരു വ്യാഖ്യാനം പറയുകയാണ്. കാളക്കുട്ടിയെപ്പോലെയും ലബാനോനെയും സീരിയോനെയും കാട്ടുപോത്തിൻ കുട്ടികളെപ്പോലെയും തുള്ളിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാളക്കുട്ടിയെപ്പോലെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കും എന്ന് പറയുന്നത്, അവയുടെ ചെറുപ്പത്തിൽ അവ സന്തോഷഭരിതമായി ഭയങ്കരമായി തുള്ളിച്ചാടും. നിയന്ത്രണമില്ലാതെ തുള്ളിച്ചാടും. കന്നുകാലി കുഞ്ഞുങ്ങളുടെ ചാട്ടം നമ്മൾ കാണാറുണ്ട്. യാതൊരു നിയന്ത്രണവുമില്ലാതെ ചാടും. റോഡിലൂടെ പോയാൽ ആ രീതിയിൽ കിടന്ന് ചാടും. യാതൊന്നും പേടിക്കത്തില്ല. ചിലപ്പോൾ ഈ മൃഗങ്ങളെയും കൊണ്ടൊക്കെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ രണ്ട് രീതിയിലുള്ള പ്രശ്നം നമ്മൾ കാണും. ചിലപ്പോൾ ഈ നാട്ടുമ്പുറത്തൊക്കെ വളരുന്ന പശുവിനെയും കൊണ്ട് ടൗണിലൂടെ പോയാൽ ഒരു ചെറിയ ബൈക്ക് വന്നാലും അവ കെട്ടുപൊട്ടിച്ച് ഓടാൻ തുടങ്ങും. ഒരു വണ്ടി വന്നാൽ പേടിക്കും. അമിതമായ പേടി അവയെ വാഹനത്തിൻ്റെ ഇടയിൽ കൊണ്ട് ചാടിക്കും. അതോടൊപ്പം തന്നെ ഈ പട്ടണ പ്രദേശത്തും ചന്തപ്രദേശങ്ങളിലുമൊക്കെ വളരുന്ന ജീവജാലങ്ങളുണ്ട്. ഈ ശബ്ദമൊന്നും കേട്ട് കഴിഞ്ഞാൽ ഒന്നും പേടിക്കത്തില്ല. ഏത് വണ്ടി വന്നാലും ആര് പോയാലും അവ കയറി നടക്കും. ഇത് രണ്ടും പ്രശ്നമാണ്. അതായത് ആദ്യം
ആവശ്യമില്ലാത്ത പേടി കൊണ്ട്, ആവശ്യമില്ലാത്ത തുള്ളിച്ചാട്ടം കൊണ്ട്, നിയന്ത്രണമില്ലാത്ത ചാട്ടം കൊണ്ട് നശിച്ചു പോകുന്നു. 2, ചിന്തയില്ലാത്തത് കൊണ്ട്, ഒന്നിനെക്കുറിച്ചും ഓർമ്മയില്ലാത്തത് കൊണ്ട്, അമിതമായ ധൈര്യം കാണിക്കുന്നത് കൊണ്ട്, അങ്ങനെ ഒരു സംഭവം നടക്കുന്നേ ഇല്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് മരണപ്പെട്ടു പോകുന്നു. ഇത് രണ്ടും പ്രശ്നമാണ്. ആയതുപോലെ ഇവിടെ പറയുകയാണ്, ലെബാനോനെയും സീരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെ തുള്ളിക്കുന്നു എന്ന് വെച്ചാൽ ലെബാനോനിലെ ദേവദാരുക്കൾ ആടി ഉലയുന്ന അനുഭവം. കാട്ടുപോത്തിൻ കുട്ടികൾ ആടി ഉലയുന്നത് പോലെ, ചാടിക്കളിക്കുന്നത് പോലെ ലെബാനോനിലെ ദേവദാരുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ശക്തിയുടെ മഹത്വം കാണിക്കാനും ബലം കാണിക്കാനും മാത്രമായിട്ട് പറയുകയല്ല, എനിക്കും നിങ്ങൾക്കും അതൊരു പാഠമാണ്. ആടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദേവദാരുക്കളുണ്ട്, തകർന്ന് വീണ് കിടക്കുന്ന ദേവദാരുക്കളുണ്ട്. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആട്ടം പലപ്പോഴുമുണ്ട്. ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്തത് കൊണ്ട്, ഉറപ്പില്ലാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മനുഷ്യ ജീവിതവും അങ്ങനെയാണ്. ഒരിടത്ത് നിൽക്കുന്നില്ല, മറ്റൊരിടത്ത് പോകുന്നു, ഇങ്ങനെ ചാടിച്ചാടി പോകുന്നു. അത് ആധ്യാത്മിക ജീവിതത്തിൽ അങ്ങനെ. എവിടെങ്കിലും പോയി രക്ഷ കിട്ടണമെന്ന് വിചാരിച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടി നടക്കുന്നു. എവിടെ പോയിട്ടും ഒരു ഉറപ്പില്ല, അഭിപ്രായത്തിൽ സ്ഥിരതയില്ല, വാക്കുകൾ മാറി മാറി പറയുന്നു, ചിന്താധാരകൾ മാറി മാറി വരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ചിന്തിച്ചോണം, യഹോവയുടെ ശബ്ദം ഇങ്ങനെ ചിലപ്പോൾ ആടി ഉലച്ചുകൊണ്ടിരിക്കും. അതിനെ ഒരു നെഗറ്റീവായിട്ടല്ല, അതിലെ ഒരു പോസിറ്റീവ് ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കണം, ഐഡിയ മനസ്സിലാക്കണം. മറ്റൊന്നുമല്ല, യഹോവയുടെ ശബ്ദം ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുക എന്നുള്ളതല്ല, ആടുമാറാക്കുന്നു, തുള്ളിക്കളിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമ്മളുടെ മനസ്സിനെ ഒന്ന് സ്പർശിക്കണം. പശ്ചാത്താപ വിവശരാകണം, മനസ്സാടി ഉലയണം. മനസ്സാടി ഉലയുമ്പോൾ ഉറപ്പുള്ളവനായ പാറയിലേക്ക് നമ്മൾ ചെല്ലും, മുറുകെ പിടിക്കും. ഇന്ന് പല രീതിയിൽ നമ്മളുടെ മനസ്സ് തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആടിക്കൊണ്ടിരിക്കുകയാണ്. പേടിക്കത്തില്ല, എനിക്ക് പേടിയില്ല, ഭയമില്ല, ഒന്നിനെ വകയില്ല എന്നൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഹൃദ്യമായി ചിന്തിക്കേണ്ട എന്താണെന്നറിയാം, എത്ര ഉറപ്പുള്ളവനാന്ന് പറഞ്ഞാലും ഒരു പ്രത്യേക വാർത്ത കേൾക്കുമ്പോൾ തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പെട്ടെന്ന് മനുഷ്യൻ നിശബ്ദരാകും, അധികാരം ഇട്ടിട്ട് പോകും. ഭീഷണിയുടെ മുൻപിൽ, മനക്ലേശത്തിൻ്റെ മുൻപിൽ, മാനസിക പ്രശ്നങ്ങളുടെ മുൻപിൽ നമ്മൾ പൂർണ്ണമായിട്ട് തകർന്നു പോകും. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിച്ചുകൊണ്ടിരിക്കും, ഒരിടത്തു നിന്ന് ഒരിടത്തോട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളെ. ജോലി സ്ഥിരത കാണത്തില്ല, ജോലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഉറപ്പില്ലാതെ, സ്ഥിരതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഓരോ വ്യക്തികളും, പ്രത്യേകിച്ച് ഈ ലെബാനോനിലെ ദേവദാരുക്കളെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അവനവയെ കാളക്കുട്ടികളെപ്പോലെയും കാട്ടുപോത്തിൻ കുട്ടികളെപ്പോലെയും തുള്ളിക്കുന്നു എന്നുള്ള ചിന്ത ഉറച്ച് ചിന്തിക്കണം. വ്യർത്ഥമായ തുള്ളൽ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ അർദ്ധരഹിതമായ തുള്ളലും ചാട്ടവുമൊക്കെ സ്ഥിരതയില്ലായ്മയിലേക്കും നശീകരണത്തിലേക്കും നയിക്കുമെന്ന് പ്രത്യേകിച്ച് ഓർത്തോണം. വീണ്ടും പറയുന്നു, യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകൾ ചിഹ്നിക്കുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, കാദേശ് മരുവിനെ നടുക്കുന്നു. അപ്പോൾ ഓർത്തോണം, യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ദേവദാരുക്കളെ തകർക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കുകയും മാത്രമല്ല, അത് അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു എന്ന് പറയുന്നു. അത് മരുഭൂമിയെ നടുക്കുന്നു. മരുഭൂമിയിൽ വൃക്ഷലതാദികളൊന്നുമില്ല, അവിടെ വലിയ മണൽപ്പരപ്പാണ്, വലിയ ചൂടുണ്ട്. യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടക്കുകയും മരുഭൂമിയെ നടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മരുഭൂമിയെ നടുക്കുന്ന ദൈവശബ്ദം ഒരു വലിയ പ്രത്യേകതയാണ്. മരുഭൂമി തുല്യമായ ജീവിതത്തെ നടുക്കുന്ന യഹോവയുടെ ശബ്ദം ഒരു പ്രതീക്ഷയാണ്. അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്ന യഹോവയുടെ ശബ്ദം, അതായത് ആളിപ്പടരുന്ന അഗ്നിജ്വാല, എല്ലാത്തിനെയും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാല. അവിടെ ഒരു കാറ്റുമില്ലാതെ യഹോവയുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ശക്തമായി മുഴങ്ങുകയാണ്, അഗ്നിജ്വാലകളെ ചിഹ്നിക്കുകയാണ്. വീണ്ടും ഹൃദയംഗമായ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അഗ്നിജ്വാലയെ ചിഹ്നിക്കുന്ന യഹോവയുടെ ശബ്ദം എനിക്കും നിങ്ങൾക്കും ഒരു ധ്യാനമാകണം. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തെ ചുറ്റി നിൽക്കുന്ന ഒരുപാട് അഗ്നിജ്വാലകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് നൊമ്പരങ്ങളുണ്ട്, ആളിക്കത്തിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഈ ആളിക്കത്തിക്കുന്ന അനുഭവങ്ങളെ ചിഹ്നിക്കുന്ന യഹോവയുടെ ശബ്ദം എനിക്കൊരു പ്രതീക്ഷയാകണം. ഈ അഗ്നിജ്വാലകൾ വിട്ടെങ്ങോട്ടും പോകാൻ പറ്റാതായിരിക്കുന്നുണ്ട്.
ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അഗ്നിജ്വാലകൾ നമ്മളെ വലയം ചെയ്തിട്ടുണ്ട്. വേദനയാകുന്ന അഗ്നിജ്വാല, കുറ്റപ്പെടുത്തലുകളാകുന്ന അഗ്നിജ്വാല, ശാപാദികളാകുന്ന അഗ്നിജ്വാല. യഹോവയുടെ ശബ്ദം അവയെ ചിഹ്നിക്കും. എനിക്ക് പോകുവാനൊരു വഴിത്താര തരും. എൻ്റെ ജീവിതത്തിന്, എൻ്റെ പ്രയാണത്തിനൊരു അനുഭവമാകും. അഗ്നിജ്വാല കടന്ന് മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് അഗ്നിജ്വാലയുണ്ടെങ്കിലും, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് വേദനയുണ്ടെങ്കിലും, എൻ്റെ ദൈവത്തിൻ്റെ കരുണയുടെ സ്വരം, എൻ്റെ ദൈവത്തിൻ്റെ കരുണയുടെ ശബ്ദം, സ്നേഹത്തിൻ്റെ ശബ്ദം, അത് കേൾക്കുവാനും അതുവഴി മുൻപോട്ട് പോകുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.